നമസ്കാരം. ഇന്ന് നമ്മളൊരു മുണ്ടക്കയത്തുള്ള ഒരു ആശ്രമത്തിൽ ഒരു പ്രെയർ റൂം ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഭിത്തിയിലാണ് നമുക്ക് ഈ വർക്ക് ചെയ്യേണ്ടത്. ഇവിടെ 2 ജനലിരിക്കുന്ന കാരണം നമുക്ക് ചെറിയ വിഷയമുണ്ട്. അപ്പോൾ എന്തായാലും ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീമുകളും നമ്മളെല്ലാവരും കൂടി ചെയ്യാനുള്ളൊരു ശ്രമത്തിലാണ്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ഈ ജനലിനെ നമ്മൾ 2 ഗോത്തിക്ക് രൂപത്തിൽ ഷേപ്പ് നമ്മളൊരു പ്ലാൻ ഡിസൈൻ വരച്ചുണ്ടാക്കിയിട്ടുണ്ട്. ആ ജനൽ പൊളിക്കുന്നില്ല, അത് അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് അവിടെ ആ ജനലിൻ്റെ അവിടെ ആസ്പെറ്റോസിൻ്റെ ബോർഡ് വെച്ചിട്ട് ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ആണി അടിച്ച് അല്ലെങ്കിൽ സ്ക്രൂ ചെയ്ത് വെച്ച് നമ്മൾ കട്ടയും കൊണ്ട് ഷേപ്പ് ചെയ്യാനുള്ളൊരു പ്ലാനാണ് ഞങ്ങൾ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അതുകൂടാതെ സിമെൻറ്റിലാട്ടോ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. മൊത്തം സിമെൻറ്റിൽ വർക്ക് ചെയ്തിട്ട് പുട്ടിയിട്ട് പെയിൻറ്റ് ചെയ്താണ് ഞങ്ങളുടെ എല്ലാ വർക്കുകളും ചെയ്യണത്. അപ്പോൾ നമ്മൾ ഈ സിമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഈ കട്ട പെയിൻ്റ് അടിച്ചങ്ങനെയാണ്. അപ്പോൾ ഇത് മൊത്തം ഗ്രൈൻഡ് ചെയ്യാനുള്ള പരിപാടിയാണ് ഞങ്ങൾ. ഇത് മൊത്തം ചിരണ്ടി കളയണം. അപ്പോൾ ഗ്രൈൻഡിങ്ങിൻ്റെ മെഷീനിട്ട് ഈ ഇതിലിരിക്കുന്ന പെയിൻറ്റ് മുഴുവൻ ചിരണ്ടി കളഞ്ഞാൽ മാത്രമാണ് സിമെൻറ്റ് പിടിക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഈ കാണുന്ന പോലെ മൊത്തം പെയിൻറ്റ് ഇളക്കി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം വേണം ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യാം. അപ്പോൾ അത് മൊത്തം ഗ്രൈൻഡിങ് നല്ല പൊടിയാട്ടോ, നല്ല പൊടിയുണ്ട്. ഓക്കെ. അപ്പോൾ അതേപോലെ ആസ്പെറ്റോസ് വെച്ച് കട്ട കട്ടി ഷേപ്പാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സിമെൻറ്റ് വർക്ക് നമ്മുടെ ടീമുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വീഡിയോസൊക്കെ നഷ്ടപ്പെട്ടു പോയി നമ്മുടെ കയ്യിൽ നിന്ന്. ഏകദേശം സിമെൻറ്റ് വർക്ക് പൂർത്തിയായി ഈ രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. സെൻട്രലിൽ സക്രാരി വെക്കാനുള്ള ഷേപ്പും രൂപം വെക്കാനുള്ള ഷേപ്പൊക്കെ സെൻട്രലിൽ ആർച്ചും കൊടുത്ത് 2 സൈഡിൽ പിക്ചർ വെക്കാനുള്ള ഷേപ്പും ഒരു ഫ്രെയിം സെറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് ഈ മുറി ഇതേപോലെ ആക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സീലിംഗ് നമ്മൾ ജിപ്സം ബോർഡ് വെച്ചിട്ട് സീൽ ചെയ്ത് ലൈറ്റ് സീലിങ്ങിൽ തന്നെ കൊടുക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലൈറ്റ് ഇതിനകത്ത് ലൈറ്റിങ്ങും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വർക്ക് സിമെൻറ്റ് വർക്കിന് ശേഷം പുട്ടിയിട്ട് പെയിൻറ്റ് ചെയ്ത് ഏകദേശം ഈ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സൈഡിൽ 2 ഐക്കൺ ചിത്രങ്ങളും നമ്മൾ ഓയിലാണ് വരച്ചിരിക്കുന്നത്. ക്യാൻവാസ് ക്ലോത്തിൽ ഓയിൽ പെയിൻറ്റിങ് വെച്ച് വരച്ചിട്ട് ഓയിൽ പെയിൻറ്റ് വെച്ച് വരച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ഈ 2 ഐക്കൺ ചിത്രങ്ങൾ. ഇതിൻ്റെ ഉള്ളിൽ 2 ഗോത്തിക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ 2 രൂപങ്ങൾ വരാനുള്ളതാണ്. മാതാവിൻ്റെയും ഔസേപ്പിതാവിൻ്റെയും രൂപങ്ങൾ വരണം. സെൻട്രലിൽ കർത്താവിൻ്റെ കുരിശിൽ തെറിച്ച ഒരു രൂപം കൂടി സെൻട്രലിൽ വെക്കാനുണ്ട്. അങ്ങനെ ഏകദേശം ലൈറ്റിങ്ങും കാര്യങ്ങളിങ്ങനെ കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസ് കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപം നമ്മൾ ആദ്യം കണ്ട ആ മുറി അതിനെ ഇങ്ങനെ ഒരു രീതിയിലേക്ക് ഞങ്ങൾ മാറ്റിയെടുത്തിരിക്കുകയാണ്. ഒരു കൂട്ടായ പ്രയത്നത്തിൻ്റെ ഒരു ഫലമാട്ടത്. ലൈറ്റിങ്ങൊക്കെ പൂർണ്ണമായി കൊടുത്ത് ഇതിൻ്റെ ഫുൾ ഒരു ഫിഗർ ഫുള്ളൊരു രൂപം ഇതാണ്. ഇതേ രീതിയിൽ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.